ശ്രുതിയുടെ അച്ഛൻ അയച്ച മലേഷ്യൻ പണം എവിടെ നിന്നാണ് ഇത്ര പെട്ടെന്ന് വന്നതെന്ന് സച്ചി തിരിച്ചറിയുകയാണ്. ഇതറിഞ്ഞപ്പോ തന്നെ ശ്രുതിയുടെ കർണം അടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യമായിട്ടാണ് സച്ചി വീട്ടിലോട്ട് ചെല്ലുന്നത്. എന്നാൽ സച്ചി ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. അച്ഛൻ മുൻപ് പറഞ്ഞിരുന്നു എന്ത് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അത് ആദ്യം അച്ഛനോട് വന്ന് വേണം പറയാനെന്ന്. അതുകൊണ്ട് തന്നെ സച്ചി ആദ്യം അച്ഛനോട് പറയാൻ തീരുമാനിക്കുകയാണ്. വീട്ടിലോട്ട് കയറി വരുമ്പോ തന്നെ അവിടെ രവീന്ദ്രൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സച്ചി രവീന്ദ്രനോട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാനിട്ടോ. ഇത് കേട്ട രവീന്ദ്രന്റെ മുഖഭാവം മൊത്തത്തിൽ മാറുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ദേഷ്യഭാവം വരാനിട്ടോ. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് രവീന്ദ്രൻ ശ്രുതിയോട് പിന്നെ പ്രതികരിക്കുന്നത്. ശ്രുതിയോട് മാത്രമല്ല അതിനിടയിൽ സംസാരിക്കാൻ വന്ന ശ്രുതിയോടും രവീന്ദ്രൻ നല്ല രീതിക്ക് തന്നെ കൊടുക്കേണ്ട മറുപടി കൊടുത്തോണ്ടാണ് സംസാരിക്കുന്നത്. സാധാരണ സച്ചിക്ക് ഇടയിൽ കയറി ഗോൾ അടിക്കാനുള്ള എന്തെങ്കിലും ഒരു വകുപ്പ് ഉണ്ടാവാറുണ്ട്. എന്നാൽ രവീന്ദ്രൻ അതിനൊന്നും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. രവീന്ദ്രൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് സച്ചിയും ചുറ്റിലുള്ളവരൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. ചന്ദ്രമതിയോ ആകെ പേടിച്ചു വറച്ചാണ് കേട്ടോ നിൽക്കുന്നത്. ശ്രുതിയോടുള്ള ദേഷ്യവും അത് പോരാത്തതിന് ഇദ്ദേഹത്തിന് പ്രതികരണം കൂടി കണ്ടപ്പോ ചന്ദ്രമതി ആകെ ഒന്ന് ഒതുങ്ങി പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു എപ്പിസോഡ് നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചി ജോലിക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ്. സച്ചിയുടെ പിന്നാലെ തന്നെ ശ്രുതിയും കൂടി ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. സച്ചി ഭക്ഷണം കഴിച്ച് കൈ കഴുകി പോവാൻ വേണ്ടി നിൽക്കാണ്. ആ സമയത്താണ് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന ശ്രുതിയും കൂടി ടേബിളിന്റെ അരികിൽ ഇരുന്ന് ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറ്റം പറയുന്നത്. എന്നും സാമ്പാറും ദോശയും തന്നെയാണ്. എന്റെ ശ്രുതി, എനിക്കിത് കഴിച്ച് മടുത്തു. ശരിയാ, എന്ന് ഇവിടെ സാമ്പാറും ദോശയും ഇഡ്ഡലി മാത്രമേ ഉള്ളൂ, അത് കഴിച്ച് മടുത്തു. ഇത് കേട്ടപ്പോ രേവതി പറയുന്നുണ്ട്, ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ഇത് തന്നെ ഇപ്പൊ സച്ചിയേട്ടൻ വൈകിട്ട് വരുമ്പോ കൊണ്ടുവരുന്നതുകൊണ്ടാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. രേവതി, അതിന് ഇത് തന്നെ ഉണ്ടാക്കണോ? ഇടയ്ക്ക് കടലയും പുട്ടും അതുപോലെ പൂരിയും മസാലക്കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൂടെ? ഇതൊരുമാതിരി എന്നും ഒരു ഉണങ്ങിയ ദോശയും സാമ്പാറും. എന്റെ ശ്രുതി, എനിക്ക് നിനക്ക് ദോശ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവള് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതായത്. ഇത് കേട്ടപ്പോ കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന സച്ചി പറയുന്നുണ്ട്, അതെ, നിങ്ങൾക്ക് പറയുമ്പോ ഇഷ്ടമുള്ളത് വെച്ചുണ്ടാക്കി തരാൻ എന്റെ ഭാര്യ ഇവിടുത്തെ വേലക്കാരിയല്ല. വേണമെന്നുണ്ടെങ്കിലേ അടുക്കളയിൽ കയറി വെച്ചുണ്ടാക്കി കഴിച്ചോ. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും മട്ടനും ചിക്കനും ബീഫും മാത്രം അണ്ണാക്കിലൂടെ ഇറങ്ങും. അല്ലച്ചാ, ഇതൊക്കെ എന്നു മുതലാ? ഒരുത്തനൊരു കട തുടങ്ങി എന്ന് വെച്ചാ അല്പന അർത്ഥം കിട്ടിയ പോലെയാ അർദ്ധരാത്രിയും കുടച്ചൂടും. അവൻ ഇതിന് ബെസ്റ്റ് ഉദാഹരണം അച്ഛാ. ഇത് കേട്ടപ്പോ തന്നെ എല്ലാവരും ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. വർഷയും ശ്രീകാന്തും അതുപോലെ അച്ഛനൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രുതിക്കും ദേഷ്യം വരാണ്. അപ്പോ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി മതിയാക്ക്, കഴിഞ്ഞല്ലോ, ഇനി അത് പറഞ്ഞ് വലുതാക്കണ്ട. ഇതും പറഞ്ഞോണ്ട് രവീന്ദ്രൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ, നിങ്ങൾ ഇവൻ പറയുന്ന കേട്ട് ചിരിക്കാണോ? ഞാൻ അതുപോലെയാണോ? അത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ തന്നെ അമ്പലത്തിൽ പോയി ചന്ദ്രമതി അകത്തോട്ട് കയറി വരുന്നത്. ഇത് കണ്ടപ്പോ ശ്രുതി പറയുന്നുണ്ട്, ദേ അമ്മേ, ഇവരൊക്കെ എന്നെ പറയുന്നത് കേട്ടോ, ഞാൻ അല്പനാണെന്ന്. എന്റെ ശ്രുതി ആരാ അങ്ങനെ വിളിച്ചത്? വേറെ ആരമ്മേ? ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ പുന്നാര മോൻ. നിനക്ക് എന്തിന്റെ കേടാടാ? നിനക്ക് അസൂയുണ്ടെന്ന് എനിക്കറിയാം എന്ന് കരുതി എന്റെ മോനെ എന്തു പറയാനാണോ? ദേ ചന്ദ്രേ, നീ മിണ്ടാതിരുന്നേ. നീ അമ്പലത്തിൽ പോയി വരുമല്ലേ? ഇവിടെ ഇപ്പൊ പറഞ്ഞു തീർക്കാൻ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല. രേവതി മോള് നല്ല രുചിയോടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു. നല്ല ദോശയും സാമ്പാറും ഉണ്ട്. ദേ ഇപ്പൊ ഇവൻ അത് വേണ്ടെന്ന്. ഇതുവരെ ഇവനും എന്റെ ഭാര്യയും ഇതൊക്കെ തന്നെയല്ലേ കഴിച്ചോണ്ടിരുന്നത്. പെട്ടെന്ന് ഇവർക്കൊരു മാറ്റം. അതിന് സച്ചി ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഓഹോ എന്ന് കരുതി ഇവനെ അല്പന്ന് വിളിക്കുകയാണോ? എന്റെ മോനെ ഇപ്പൊ വലിയ ബിസിനസ്മാനാ, അതുകൊണ്ട് ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു ചേഞ്ച് ഒക്കെ ആഗ്രഹിക്കും എന്ന് കരുതി അതിനൊന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതിനൊക്കെ ഒരു യോഗം വേണം. അതിനെങ്ങനെയാ ഒരു രാശിയും ഇല്ലാത്ത കാലണക്ക് ഗതിയില്ലാത്തവളെയല്ലേ കിട്ടിയത്. ഇത് കേട്ടപ്പോ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേ, നിങ്ങൾ എന്നെ എന്തെങ്കിലും വേണേ പറഞ്ഞോ, പക്ഷെ എന്റെ രേവതി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി നിർത്ത്. എന്താ ചന്ദ്ര നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? അതല്ല ചന്ദ്രേ, നീ എന്തിനും രേവതി മോളെ കുറ്റം പറയുന്നത്? ആര് എന്ത് തെറ്റ് ചെയ്താലും അത് അവസാനം രേവതി മോളുടെ തലയിലിരിക്കും. നിങ്ങളല്ലേനും ഇവളെ തന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന മരുമകളാണല്ലോ ഇത്. അതെ, ഞാൻ വിളിച്ചോണ്ട് വന്ന മരുമകൾക്ക് ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല, അവളെ കൊണ്ട് ഒരേ ഒരു ഉപകാരം മാത്രമുണ്ട്. ഇവിടെ ഉള്ളവർക്കേ വെച്ച് വിളമ്പി തരുന്നുണ്ട്. അതിന് ഉപകാരം ഒന്നും പറയാനില്ല. അതിന് പകരമായിട്ടേ ഇത്രയും വലിയ വീട്ടില് അവക്ക് കിടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ലേ. ചന്ദ്രേ, നിന്നോടൊന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പോവാൻ നോക്കി. എടാ സച്ചി, നിനക്ക് ഓട്ടം ഉള്ളതല്ലേ, ഇറങ്ങാൻ നോക്ക്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് ഇന്നത്തെ ഭക്ഷണം വേണ്ട, ഞാൻ പുറത്തുനിന്ന് വല്ലതും കഴിച്ചോളാം. അയ്യോ, നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ച് വയറ് കേടാക്കണ്ട. അമ്മ വേറെന്തെങ്കിലും ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഇവളെ കൊണ്ട് വേറെന്തെങ്കിലും ഉണ്ടാക്കിപ്പിക്കാം. അതൊന്നും ഇനി വേണ്ട അമ്മേ, ഇപ്പൊ തന്നെ പോവാൻ സമയം ലേറ്റായി. ശ്രുതി, നമുക്കിറങ്ങിയാലോ? ശരി ശ്രുതി, ഇറങ്ങട്ടെ ആന്റി. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ശ്രുതി ഇറങ്ങുന്നുണ്ട് കേട്ടോ. സച്ചിയും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മാസമായിട്ട് കാറിൽ ചെന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. സച്ചി ഒരു നോട്ടൊക്കെ നോക്കിയിട്ടാണ് കാറിൽ ചെന്ന് ഇരിക്കുന്നത്. എന്നിട്ട് സ്റ്റാർട്ടാക്കുമ്പോ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. എന്തു പറ്റി ഈ കാറിന്? പുല്ല്, സമയാണെങ്കിൽ വൈകുകയും ചെയ്തു. എന്തു പറ്റി ശ്രുതി? ഒന്നുമില്ല ശ്രുതി, ടെൻഷൻ ആവണ്ട. ഇതൊരു സ്റ്റാർട്ടിംഗ് ട്രബിളാ. ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്ക് ശ്രുതി. കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് വർക്ക്ഷോപ്പ് കൊടുക്കേണ്ടി വരും. എന്താ ശ്രുതി ഈ പറയുന്നത്? വാങ്ങിച്ചിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ, അപ്പോഴേക്കും നമുക്ക് ഈ കാറ് പണി തന്നോ? ശ്രുതിയല്ലേ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് നോക്കിയും കണ്ടൊക്കെ എടുത്തത്.
അതൊക്കെ ശരി തന്നെ, പക്ഷേ വണ്ടിയല്ലേ എപ്പോ പണി തരുമെന്ന് പറയാൻ പറ്റുമോ? നമുക്കേ മുൻപിലൊന്ന് തുറന്നു നോക്കാം. എന്താ സുധി ഇത്? ഇന്ന് എനിക്കൊരു ബ്രൈഡ് വരാനുണ്ട്, എനിക്ക് പെട്ടെന്ന് പാർലർ എത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഓണർ എന്നെ വഴക്ക് പറയും. എന്താ ശ്രുതി പറഞ്ഞത്? ഓണറോ? ആ പാർലറിന്റെ ഓണർ നീയല്ലേ? അത് പിന്നെ സുധി, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഈ മേക്കപ്പ് ചെയ്യാൻ വരുന്ന ഓണർ ഉണ്ടല്ലോ, എന്ന് വെച്ചാ നമ്മളുടെ അടുത്ത് വരുന്ന ആളുകളെ നമ്മൾ ഓണറിനാ വിളിക്കാറ്. ഓ, കസ്റ്റമേഴ്സിന് നിങ്ങൾ ഓണർ എന്നാണോ വിളിക്കാറ്? അല്ല, പറഞ്ഞപ്പോ ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ. കസ്റ്റമേഴ്സ് തന്നെയാണ്. അവര് നമ്മളോട് ദേഷ്യപ്പെടും. പറഞ്ഞ സമയത്ത് അവരുടെ ചടങ്ങുകൾ നടക്കേണ്ടതല്ലേ. ശ്രുതിക്ക് ഇത് നന്നാക്കാൻ പറ്റുമോ? ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ബസ്സിന് പോവണം. ശ്രുതി, നീ ബസ്സിൽ പോവാനോ? വലിയൊരു ബിസിനസ്മാന്റെ ഭാര്യ നീ അങ്ങനെ ബസ്സിലൊന്നും പോകാൻ പറ്റില്ല. ദേ, ഇത് സില്ലി കാര്യമുള്ളൂ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ശ്രുതി കാറിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. എന്നാൽ ശ്രുതിയുടെ കാറിന്റെ മൊരണ്ടെന്ന ശബ്ദം കേട്ടിട്ട് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താടാ, എന്തു പറ്റി കാറിന്? കാറിനെന്തോ കേടായ ശബ്ദം പോലെ. എന്റെ കാറായിരിക്കില്ല, നിന്റെ കാറായിരിക്കും കേട് വന്നത്. ചുരുങ്ങിയ വിലക്ക് വാങ്ങിയ കാറല്ലേ, നീ പോയി അത് നോക്കടാ. എടാ സുധി, വെറുതെ എന്നോട് അതൊന്നും പറഞ്ഞു ഉടക്കാൻ നിൽക്കണ്ട. നിന്റെ കാറിന് എന്തോ തകരാറുണ്ട്, അത് കൊണ്ടുപോയി വർക്ക്ഷോപ്പ് കാണിക്കി. എന്റെ കാറിന് ഒരു തകരാറുമില്ല, നീയായിട്ട് ഉണ്ടാക്കണ്ട. ഇത് കേട്ടപ്പോ ശ്രുതി പറയുന്നുണ്ട്, കാറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ശ്രുതി പരിഹരിച്ചോളും. ഇതിനെന്തിനു സച്ചി ഇങ്ങോട്ട് ഓടി വരുന്നത്? ഓ, ഞാൻ വന്നതാണോ പ്രശ്നം? എന്നാ പിന്നെ ഞാൻ പോയി തന്നേക്കാം. കാറിന്റെ ശബ്ദം കേട്ടപ്പോ എന്തോ തകരാറുണ്ടെന്ന് മനസ്സിലാക്കി വന്നതാ. ഈ മണ്ട നോക്കിയാലൊന്നും നിങ്ങൾക്ക് ഈ കാറിൽ പോകാൻ പറ്റില്ല. എന്നാ പറഞ്ഞത് വാസ്തവായിരിക്കും എന്ന് ശ്രുതിക്ക് തോന്നാണ് കേട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എന്നാ പിന്നെ സച്ചി നോക്ക്, സച്ചിക്ക് കാറിനെ കുറിച്ച് അറിയാലോ. അയ്യോ വേണ്ടേ, നിങ്ങളുടെ കാറിന്റെ കാര്യം നിങ്ങൾ നോക്കിക്കോളാന്നല്ല പറഞ്ഞത്, നിങ്ങൾ തന്നെ നോക്ക്. ഇത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സച്ചി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ 5, 10, 15 മിനിറ്റോളം സുധി അവിടെ കിടന്ന് കഷ്ടപ്പെടുക. എന്ന് ഇത് നോക്കിക്കൊണ്ട് നിൽക്കാണ് സച്ചി. അപ്പോ അങ്ങോട്ടേക്ക് രേവതി വരുന്നുണ്ട്. സച്ചേട്ടാ, നിങ്ങൾ പോയില്ലേ? എങ്ങനെ പോവാനോ രേവതി? ദേ അങ്ങോട്ട് നോക്കി. ഇന്നലെ മുതലേ ഞാൻ കരുതി നടക്കുമായിരുന്നു, ചിരിക്കാൻ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടാവോന്ന്. ഇപ്പൊ എന്തായാലും കിട്ടി. അയ്യോ, എന്തു പറ്റി? അവരും പോയില്ലല്ലോ. അവന്റെ കാറ് കേട് വന്നു, അവനത് റിപ്പയർ ചെയ്യാൻ നോക്കുക. വലിയ ഡിഗ്രി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്റെ തലയ്ക്കകത്തെ കളിമണ്ണ, ആൾതാമസില്ല. അങ്ങനെയൊന്നും പറയാതെ സച്ചേട്ടാ. സച്ചേട്ടൻ അറിയെങ്കിൽ സഹായിച്ചു കൊടുക്ക് സച്ചേട്ടാ. സച്ചേട്ടന്റെ ഏട്ടനല്ലേ. എന്റെ രേവതി, സഹായിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് ചെന്നതാ. അപ്പൊ അവര് സമ്മതിക്കണ്ടേ? അവരെന്നെ പട്ടിയാട്ടിയ പോലെ ഇറക്കി വിട്ടത്. അല്ലേനും ഈ അല്പൻ അങ്ങനെ തന്നെ. ദേ സച്ചേട്ടാ, ആ വാക്ക് ഇനി ഉപയോഗിക്കണ്ട, അതത്ര നല്ല വാക്കൊന്നും അല്ല. രേവതി, ഇവന്റെ സ്വഭാവത്തിനൊക്കെ അതല്ലേ പറയേണ്ടത്. അതൊക്കെ സച്ചേട്ടൻ പറഞ്ഞത് 100% ശരിയാ എന്ന് കരുതി സച്ചേട്ടൻ ഏട്ടനല്ലേ, ഇങ്ങനെയൊന്നും വിളിക്കണ്ട. സച്ചേട്ടാ, ഒന്ന് ചെന്ന് സഹായിച്ചു കൊടുക്ക്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എന്റെ ശ്രുതി, ഇന്ന് വല്ലതും ഇത് നടക്കുവോ? ആ സച്ചിയോട് വല്ലതും പറ, വെറുതെ അവനുമായിട്ട് വഴക്കിട്ടു. അല്ല ശ്രുതി, നിനക്കൊന്നും പറ്റില്ല. ഒന്നാ സച്ചിയെ വിളിക്ക്. ശരി, വിളിക്കാം. എടാ സച്ചി, എന്തോ ആരോ വിളിക്കുന്നുണ്ടല്ലോ രേവതി. സച്ചേട്ടാ, വാശി വിട്ടിട്ട് അങ്ങോട്ട് ചെല്ല്. എവിടുന്നോ ഞാൻ എന്തോ കേട്ടു രേവതി. സച്ചി, ഹാ, ഇവിടുന്നാ വരുന്നത്. ഇവിടുന്നോ ഇല്ലേ രേവതി? സച്ചിയേട്ടാ. ശ്രുതി, അവൻ കളിപ്പിക്കുന്ന കണ്ടില്ലേ? ഇനി ഞാൻ നാണം കിട്ട അവനെ വിളിക്കണോ? പിന്നെ എന്ത് ചെയ്യാനാ ഭാവം? ഇതെങ്ങനെ വർക്ക്ഷോപ്പിൽ നമ്മൾ കൊണ്ടെത്തിക്കുക? ഒന്ന് സ്റ്റാർട്ട് ആവുന്ന പോലും ഇല്ല. അല്ല, വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നിൽക്കുന്നവരറിയോ? അത് പിന്നെ അറിയില്ല, അത് പറഞ്ഞാ മതി. അവനെ വിളിക്കാൻ നോക്ക്, അവനാവുമ്പോ കാറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എടാ സച്ചി, ഒന്ന് വന്ന് നന്നാക്കി താടാ. രേവതി, ദേ അവനാ വിളിക്കുന്നത്. സച്ചേട്ടാ, മതിയാക്കി കളയാം. ഇതും പറഞ്ഞോണ്ട് അങ്ങോട്ട് സച്ചി ചെല്ലുന്നുണ്ട്. അല്ല, നേരത്തെ നീ പറഞ്ഞത് എന്റെ സഹായം വേണ്ടെന്നല്ലേ, ഇപ്പൊ എന്തു പറ്റി? സച്ചി, എനിക്ക് അങ്ങോട്ട് പോവേണ്ടതുണ്ടായിപ്പോയി, അതുകൊണ്ടാ ഞാൻ നിന്റെ കാൽക്കൽ വീഴുന്നത്. അല്ലെങ്കിൽ നിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ആഹാ, കൊള്ളാലോ. എന്നാ പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് ഉണ്ടാക്ക്. ഇത് പറഞ്ഞപ്പോ ശ്രുതി പറയുന്നുണ്ട്, സച്ചി, നിന്റെ ഏട്ടനല്ലേ ഇദ്ദേഹം, കുറച്ച് റെസ്പെക്ട് കൊടുക്ക്. നീ ആവശ്യത്തിന് റെസ്പെക്ട് കൊടുത്താ ഞാൻ ആദ്യം വന്നത്. അപ്പൊ നിങ്ങൾ പട്ടി ഇറക്കി വിട്ട പോലെയല്ലേ നീ ഇവിടെ നാട്ടി വിട്ടത്? പറ്റിപ്പോയി, അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുക. സച്ചിക്ക് പറ്റുമെങ്കിൽ ഇതൊന്ന് നന്നാക്കിത്താ. എന്ത് ചെയ്യാനാ, ഇങ്ങോട്ട് മാറിയേക്ക്. ഇതും പറഞ്ഞുകൊണ്ട് സുധി അവിടുന്ന് മാറ്റുന്നു കേട്ടോ. എന്നിട്ട് സച്ചി മുഴുവനായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതേ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഒന്നല്ല, ചിലത് ഇതിൽ വാട്ടർ തീർന്നിട്ടായിരിക്കും. എന്നാ ഇവിടെ അതുമല്ല പ്രശ്നം, എവിടെയോ പണി മുടക്കിയിരിക്കുക. അതുകൊണ്ട് വർക്ക്ഷോപ്പ് കൊണ്ടു കൊടുക്കേണ്ടി വരും. സച്ചി, നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയേണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പൊ നീ എന്താ പറയുന്നത്? ഇപ്പൊ വണ്ടി നന്നാക്കാൻ പറ്റില്ലെന്നോ? സത്യമായിട്ടും പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ വർക്ക്ഷോപ്പ് കൊണ്ടു കൊടുത്തോക്ക്, അവർ ഇതേനെ പറയൂ. ഇനിയിപ്പോ എന്താ സുധി ചെയ്യാ? ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതല്ലേ, ഈ കാർ സ്റ്റാർട്ടാക്കുമ്പോ തന്നെ അതിന്റെ ശബ്ദം ശരിയില്ലെന്ന്. അപ്പോഴേ പറഞ്ഞതാ, ഈ കാറിന് 5 ലക്ഷം രൂപയൊന്നും ഇല്ലെന്ന്. വെറുതെ ഇവൻ പോയി ചതിപ്പെട്ടതാ, മണ്ടൻ. ദേ സച്ചി, മതിയാക്ക് സുധി, ഇനിയിപ്പൊ എനിക്ക് ബസ്സിന് പോലും പോകാനുള്ള സമയമില്ല. എന്താ ഇനി ചെയ്യാം? അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. അല്ല, ഇവിടെ എന്തോ ഒരു സമ്മേളനം, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ആന്റി, സുധിയുടെ വണ്ടി പണി തന്നു. കാറിന് എന്ത് പറ്റി? രേവതി, കാറിന്റെ ഡോക്ടർ വന്നിട്ടുണ്ട്, ചികിത്സിക്കട്ടെ. നീ പോടാ.
മോനെ കാറിന് എന്തു പറ്റി? നീ ഒന്ന് നോക്കി നോക്ക്. ഞാനൊക്കെ നോക്കി അമ്മേ. അപ്പോഴാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. എന്തു പറ്റി സച്ചി? നിങ്ങളാരും എന്താ പോവാത്തത്? അത് പിന്നെ അച്ഛാ, ഇവന്റെ കാറേ പണി തന്നു. സുധിയുടെ കാറിന് എന്തു പറ്റി? വലിയ വില കൊടുത്ത് വാങ്ങിയ കാറല്ലേ ഇത്? അത് തന്നെയാ ഞാനും അച്ഛാ പറയുന്നത്. കാറിനെ പറ്റി ഒന്നും അറിയാതെ പോയി എടുക്കരുതെന്ന്. അന്നേ സച്ചി പറഞ്ഞതാ, സച്ചിയെ കൂട്ടി നിനക്ക് പോവാൻ പാടില്ലായിരുന്നു സുധി. ദേ, സച്ചിയുടെ കാർ നിന്റെ കാർ എടുക്കുന്നതിന് മുമ്പ് എടുത്തതാ. ഇതുവരെ സച്ചിയുടെ കാറിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് അച്ഛ തണുപ്പായിട്ടാണെന്ന് തോന്നുന്നു. ഓ പിന്നെ തണുപ്പാവാൻ ഇതെന്താ, വീട്ടിലെ ഡോറോ? നീ ഒന്ന് പോടാ. ദേ അമ്മേ, ഇവന്റെ സംസാരം എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒന്ന് നിർത്തറ സുധി. സച്ചി, നീ ഒന്ന് നോക്കി നോക്ക്. നിനക്ക് കാറിനെ കുറിച്ച് അറിയാലോ. ഞാൻ നോക്കിയച്ചാ, ഇതെന്തോ പണിയായിരിക്കുക. മിക്കവാറും കുറച്ച് കാശ് കയ്യിൽ നിന്ന് പോവും. പെട്ടെന്ന് തന്നെ വർക്ക്ഷോപ്പ് കൊടുക്കുന്ന നല്ലത്. ഇത് ഇനിയും പണി തരും. ഇത് വിറ്റ് വേറെ ഏതെങ്കിലും നല്ലത് വാങ്ങുന്നത് നല്ലത്. ഇത് വിറ്റാലേ ഇവന് 1.5 ലക്ഷം പോലും തികച്ചു കിട്ടില്ലച്ചാ. 5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയതാ ഇത്. 1.5 ലക്ഷം തികച്ചു കിട്ടില്ലെന്നോ എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യ. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കടയിൽ കൊടുത്തു നോക്കാം. ശ്രുതി, ഇവൻ വെറുതെ പറയുന്നതാ. ശരി നിർത്ത് എല്ലാരും. എന്റെ കൂട്ടുകാരൻ സഹദേവനില്ലേ, അവനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞോളും. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, സച്ചിയുടെ കൂടെ പോക്കോ. ഇവന്റെ കൂടെ പോവാനോ? എന്താ സുധി, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അച്ഛാ സുധി, നമുക്കിപ്പോൾ ഇങ്ങനെയെങ്കിലും പോവാം. പെട്ടെന്നൊന്നും ഇവിടുന്ന് വണ്ടി കിട്ടില്ല. എനിക്ക് പെട്ടെന്ന് പാർലറിൽ എത്തണം. ശരി എന്നാ നടക്ക്. അപ്പൊ സച്ചു എങ്ങോട്ട്? ഇത് കേട്ടപ്പോ രവി പറയുന്നുണ്ട്, ദേ സച്ചി മതിയാക്ക്, നീ അവരവിടെ ആക്കി കൊടുക്ക്. ശരി അച്ഛാ. അങ്ങനെ അവരുമായിട്ട് കാറിൽ പോകുന്നുണ്ട് കേട്ടോ സച്ചി. എടാ, ആ കാർ വാങ്ങുമ്പോഴേ നിന്നോട് ഞാൻ നീ കാറിനെ പറ്റി ഇനി ഒന്നും മിണ്ടട്ടാ. ആ കാർ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എന്തായാലും നിന്റെ വായി വരുന്നത് കേൾക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പാർലറേട്ടത്തിയുടെ അച്ഛനുണ്ടല്ലോ, നിനക്ക് കാശൊക്കെ മുടിഞ്ഞു കുളിക്കാൻ. എന്താടാ, നീ എന്താ എന്നെ കളിയാക്കുവാണോ? ഞാനേ ഇപ്പൊ അധ്വാനിക്കുന്ന മനുഷ്യനാ. എന്റെ കയ്യിൽ അത്യാവശ്യത്തിന് കാശൊക്കെ എടുക്കാനുണ്ട്. എന്നാ പിന്നെ നിനക്ക് നല്ലത്. ഇതും പറഞ്ഞോണ്ട് സച്ചി ഓരോന്ന് പറഞ്ഞ് അവരെ ചൊറി പിടിപ്പിച്ചോണ്ട് സ്ഥലത്തെത്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് 2 പേരും കൂടി ഒരു സ്ഥലത്ത് ഇറങ്ങാണ്. എന്റെ ശ്രുതി, ഇവനെ സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റില്ലെങ്കിലേ നീ നാളെ മുതൽ വേറെ ഏതെങ്കിലും ഓട്ടോ വിളിച്ച് പോരടാ. എടാ പോടാ. ഇതും പറഞ്ഞോണ്ട് സച്ചി എവിടെ നിന്ന് പോവാൻ കേട്ടോ. സുധി, ഇവന് നമുക്ക് കൊടുക്കാം. ഇതിപ്പോ നമ്മുടെ ആവശ്യമായിപ്പോയി. കാറിനൊന്നും പറ്റി കാണില്ല. നമുക്ക് വർക്ക്ഷോപ്പ് കൊടുത്ത് അത് റെഡിയാക്കാം. വിഷമിക്കാതിരിക്കേ. ഇനി ഇവിടുന്ന് കുറച്ചല്ലേ കടയിലേക്കുള്ളൂ. സുധി ഇവിടുന്ന് നടക്കുമ്പോ എനിക്കൊരു നാണക്കേട്. എന്തിന്? ഇതുവരെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതുവരെ സുധി നടന്നിട്ടല്ലേ പോയത്. എന്നാലും സച്ചി പറഞ്ഞതിൽ ഏകദേശമൊക്കെ ശരിയുണ്ട്. എന്താ ശ്രുതി, ഞാൻ കുറച്ചു നേരം പാർലറിൽ ഇരുന്നിട്ട് പോയാൽ മതിയോ? AC ഒക്കെ ഒന്ന് കൊണ്ടിട്ട്. സുധി, കട തുറക്കാറായി, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്. ശരി. അങ്ങനെ സുധി ആണെന്നുണ്ടെങ്കിൽ കടയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ. സച്ചി ഒരു ക്ലയന്റിനെ ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കസ്റ്റമർ ആണ് കേട്ടോ. ആ കസ്റ്റമർ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി ഈ കാറിൽ ഒരു പേഴ്സ് കിടക്കുന്നു. ഏതെങ്കിലും കസ്റ്റമേഴ്സിൻ്റെതായിരിക്കും. ചിലപ്പോൾ അതിൽ നമ്പർ വല്ലതും കാണും. ബന്ധപ്പെട്ടത് കൊടുക്കാൻ നോക്കൂ. ശരി എന്നാ. ശരി. അങ്ങനെ സച്ചി ആ ഒരു പേഴ്സ് എടുത്തു നോക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൽ സുധിയുടെയും ശ്രുതിയുടെ ഒക്കെ ഫോട്ടോ കാണുന്നത്. ഇത് സുധിയുടെ പേഴ്സാണല്ലോ. ഇവൻ ഇപ്പോഴും ബോധം വന്നിട്ടില്ല. എന്റെ പൊന്നോ, ഇതിൽ എത്ര കാശാ. ഇതൊക്കെ വേറെ ആരെങ്കിലും കൈ കിട്ടിയിരുന്നെങ്കിൽ അവരെടുത്തോണ്ട് പോവില്ലായിരുന്നു. പൊട്ടൻ. ഇതും പറഞ്ഞോണ്ട് അത് കൊടുക്കാൻ വേണ്ടി സച്ചി ആണെന്നുണ്ടെങ്കിൽ സുധിയുടെ കടയിലോട്ട് ചെല്ലാണ്. സുധിയുടെ കടയിൽ സുധിയും ശ്രുതിയും ഉണ്ട് കേട്ടോ. അവരിങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ശ്രുതിയാണെങ്കിൽ വന്നിരിക്കുന്നത് വേറെ കാര്യത്തിനാ. കഴിഞ്ഞ എപ്പിസോഡില് ശ്രുതിയെ കാണാൻ വേണ്ടി ആ പണം ചോദിക്കുന്നവരില്ലേ, അവൻ വന്നിട്ടുണ്ടായിരുന്നു. അവന് കൊടുക്കാൻ വേണ്ടി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി 50,000 രൂപ ശ്രുതിയോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ശ്രുതി, എനിക്കൊരു 50,000 രൂപ കിട്ടിയേ പറ്റൂ. ശ്രുതി, നീ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇന്നലെ നല്ല സെയിൽ നടന്നിട്ടില്ലേ? അതിൽ നിന്നൊന്നും 50,000 രൂപയൊന്നും തരാനുണ്ടാവില്ല. സുധി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് വേണ്ടിയേ എന്റെ കഴുത്തി കിടക്കുന്ന മാല വരെ പണയം വെച്ചാ ഞാൻ മഹിമന്റിക്ക് പണം കൊടുത്തത്. അത് ഓർമ്മയുണ്ടോ? അതൊക്കെ എനിക്കറിയാം ശ്രുതി. എന്ന് കരുതി നിനക്ക് 50,000 ഞാൻ എവിടുന്ന് എടുത്തു തരാനാ? നമ്മൾ 25 ലക്ഷം അല്ലേ ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളൂ. ഇനി ഒരു 25 നമ്മുടെ കയ്യിലില്ലേ? എന്നാ ഇത് കേട്ടോണ്ടാണ് സച്ചി അങ്ങോട്ട് വരുന്നത് കേട്ടോ. സച്ചി അവർ വിളിക്കാൻ പോകുമ്പോഴാണ് സച്ചിയുടെ കാതില് ഒരു കാര്യം കേൾക്കുന്നത്. ശ്രുതി എന്തൊക്കെയാ പറയുന്നത്? എന്റെ അച്ഛന്റെ പണമല്ലേ 50,000. അതിൽ 25 ഞാൻ അനക്കാതെ വെച്ചിരിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് എടുക്കേണ്ടെന്ന് കരുതിയിട്ടാ. ഒരു ബിസിനസ് ഇപ്പൊ തൽക്കാലം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇതൊന്ന് പച്ച പിടിക്കട്ടെ ശ്രുതി. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിനക്കൊരു 10,000 രൂപ ഞാൻ ഉണ്ടാക്കി തരാം. 10,000 ഒന്നും പറ്റില്ല. എനിക്ക് 50,000 തന്നെ വേണം സുധി. ശ്രുതി, നീ ഇതേ വെറുതെ വാശി പിടിക്കല്ലേ. നിന്റെ അച്ഛൻ കൊണ്ടുവന്നാന്നാണ് എല്ലാവരോടും പറഞ്ഞത്. പക്ഷെ എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണത്. അദ്ദേഹത്തിന് റിട്ടയർഡ് ആവുമ്പോ കിട്ടിയ കാശ്. എന്നാൽ ഇത് സച്ചിയൊക്കെ ഷോക്ക് ആയിക്കൊണ്ട് കേട്ടിക്കാട്ടോ. അത് കിട്ടിയ ഉടൻ തന്നെ അത് മുഴുവൻ എന്റെ അച്ഛന് കൊണ്ടു കൊടുക്കണമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ നീ ഇങ്ങനെ ഒരു ഉപായം പറഞ്ഞപ്പോൾ എനിക്കന്ന് ശരിയാണെന്ന് തോന്നി.
അതുകൊണ്ടാണ് ഞാൻ ഇതിനിറങ്ങിയത് എന്ന് കരുതി അതിൽ നിന്ന് 50,000 2 ലക്ഷം 1 ലക്ഷം ഒക്കെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ തരാനാ? ഇത് കേട്ടപ്പോ തന്നെ സച്ചിക്ക് ദേഷ്യം വരാട്ടോ. സച്ചിക്ക് മനസ്സിലാവാണ് ഈ പണം അച്ഛൻ്റെതായിരുന്നു എന്നുള്ളത്. ഇവന്റെ കാരണം അടിച്ച് പൊട്ടിക്കണം ഇതും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് വരാൻ നിൽക്കുമ്പോഴാണ് സച്ചി ഒരു കാര്യം ആലോചിക്കുന്നത്. എന്ത് ചെയ്യുമ്പോഴും ഒരു തവണയും കൂടി ആലോചിച്ചതിന് ശേഷം അച്ഛനോടുകൂടി ഡിസ്കസ് ചെയ്തിട്ടേ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റൂന്ന്. അപ്പൊ ഈ കാര്യം അച്ഛൻ തന്നെ അറിയട്ടെ ആദ്യം. അച്ഛന്റെ കാശല്ലേ ഇതും പറഞ്ഞുകൊണ്ട് ആ പേഴ്സ് കൊടുക്കാതെയും കണ്ടിട്ട് സച്ചി ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നേരെ ഇറങ്ങാനട്ടോ. എന്നിട്ട് വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിലോട്ട് കയറി വരുമ്പോ തന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനാണ്. സച്ചി ദേഷ്യപ്പെട്ടുകൊണ്ട് കയറി വരുന്നതാണ് രവി കാണുന്നത്. ആഹാ, നീ നേരത്തെ വന്നോ സച്ചി? അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ സച്ചി? അച്ഛനല്ലേ എന്നോട് പറഞ്ഞത് എന്ത് കാര്യം പറയുമ്പോഴും ഒരു തവണ ആലോചിച്ച് അച്ഛനോട് ഡിസ്കസ് ചെയ്തിട്ട് വേണം പറയാനെന്ന്. അതോടെ ഇന്ന് എനിക്കൊരു സത്യം അറിയാൻ പറ്റി. അച്ഛനോട് പറഞ്ഞതിന് ശേഷം എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാന്ന് കരുതി. എന്ത് പറ്റി സച്ചി? അച്ഛാ, മലേഷ്യന്ന് കുറച്ചു മുമ്പ് കുറച്ച് പണം വന്നില്ലായിരുന്നോ? ആ പാർലറേട്ടത്തിയുടെ അച്ഛൻ വന്നു. അതുകൊണ്ടല്ലേ അവര് ബിസിനസ് തുടങ്ങിയത്. അത് അവരുടെ കാശൊന്നും അല്ല. പിന്നെ ആരുടെ കാശ? മലേഷ്യന്ന് അച്ഛൻ അയച്ചാന്നല്ലേ പറഞ്ഞത്. നമ്മൾ അതൊക്കെ വിശ്വസിച്ച് നമ്മളെ വിഡ്ഢികളാക്കുമായിരുന്നു അവര്. അച്ഛന്റെ കാശ അച്ഛ അവന്റെ കയ്യിലിരിക്കുന്നത് 50,000. എന്റെ കാശോ? അവന്റെ കയ്യിൽ 25,000 അല്ലേ ഉള്ളത്, 50,000 ഉണ്ട്. അതെങ്ങനെ അവന്റെ കയ്യിൽ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇതിനിടയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കാശ് അച്ഛന്റെ കാശാ. അത് വെച്ച അവൻ ഷോ ഇറക്കുന്നത്. അവൻ എന്റെ കാശുകൊണ്ടാണോ ഇതൊക്കെ കെട്ടിപ്പടുക്കുന്നത്? അതെ അച്ഛാ, ഞാൻ ഇനി എന്താ അവന് ചെയ്യേണ്ടത്? അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എല്ലാരും അനുഭവിക്കേണ്ട പണമാണത്. അതും അവന്റെ ഭാര്യ അത് കരുവാക്കി ഭാര്യയുടെ അച്ഛൻ അയച്ചാണെന്ന് പറഞ്ഞ് നാണമില്ല അവർക്ക്. മോനെ, ഇത് വെറുതെ വിടരുത്. ആ സുധിയോട് ചോദിക്കണം. അവനെന്നെ ചതിച്ചു. അവർക്ക് ഞാൻ വേണ്ടുവോളം സ്നേഹം കൊടുത്തിട്ടുണ്ട്. അവന്റെ അമ്മ അവനെ അങ്ങനെയാ കാണുന്നത്. എന്നിട്ടും അവന് ഞങ്ങളെയൊക്കെ ചതിക്കല്ലേ സച്ചി? അച്ഛൻ അതാലോചിച്ച് മനസ്സ് വിഷമിക്കേണ്ട. അവൻ ആദ്യം മുതലേ അങ്ങനെയല്ലേ. അവനിങ്ങോട്ട് വരട്ടെ, ഞാൻ അവനെ വിളിക്കട്ടെ. അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം. ഇതും പറഞ്ഞുകൊണ്ട് രവി വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധി ഫോൺ എടുക്കാണ്. ഹലോ അച്ഛാ, ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? പറ്റില്ല, നീ നിന്റെ ഭാര്യയും എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വാ. എന്താ അച്ഛാ? വരാനല്ലേ പറഞ്ഞത്? കട പൊട്ടിങ്ങിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. അച്ഛാ, നല്ല സെയില് നടക്കുന്നുണ്ടായിരുന്നു. നിന്നോട് വരാൻ പറഞ്ഞാൽ വന്നോളണം. ശരി അച്ഛാ, ഞാൻ വരാം. അയ്യോ, അച്ഛൻ എന്ത് ചൂടില്ല. അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ. എന്തായാലും കട ഇവരെ ഏൽപ്പിക്കാം. എടാ, കടയൊന്ന് നോക്കിക്കോളണം. ഞാനേ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ആ സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ശ്രുതിയും കൂട്ടി വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, അവര് വരുന്നു. നിങ്ങൾ ഇനി എന്തിനു ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറ രവീന്ദ്രേട്ടാ. ചന്ദ്രേ, പറയുമ്പോ ഞാൻ പറയും, നീ അതിന്റെ ഇടയിൽ കിടന്ന് വാളാവണ്ട. ഇതെന്തു പറ്റി ഇദ്ദേഹത്തിന്? ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങൾക്ക് എന്താ പറ്റിയത് മനുഷ്യ? മാറി നിൽക്കടി അങ്ങോട്ട്. എന്നോട് മാറി നിൽക്കടിയെന്നോ? എന്റെ അച്ഛ അവിടെ സെയിൽ നടക്കുമായിരുന്നു. എന്തിനാ അച്ഛൻ ഞങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അതെ ശ്രുതി, എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോ തന്നെ രവി ഇരിക്കുന്നിടത്ത് ദേഷ്യപ്പെടിച്ചുകൊണ്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് ശ്രുതിക്ക് നേരെ നടന്നു വരികയാണ്. ശ്രുതിയാണെങ്കിൽ ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കാട്ടോ. അപ്പൊ അച്ഛാ, അമ്മേ, അച്ഛനെന്താ പറ്റിയത്? എനിക്കൊന്നും അറിയില്ല, കുറെ നേരമായിട്ട് ഇങ്ങനെ. അങ്ങനെ രവീന്ദ്രൻ ശ്രുതിയുടെ അടുത്തോട്ട് വന്നിട്ട് ശ്രുതിയുടെ 2 കാരണം നോക്കിയും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, എന്തിനാ ശ്രുതിയെ തല്ലുന്നത്? നിർത്തടി. നിന്റെ വീട്ടുകാരൊക്കെ നിന്നെ ഇതാണോ പഠിപ്പിച്ചു വിട്ടത്? മരുമക്കളെയൊക്കെ മകളെപ്പോലെ കാണണമെന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നീയൊക്കെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? അച്ഛനെന്താ ഇങ്ങനെ ഒരു മാറ്റം? എഞ്ചി അറിയില്ല മോളെ, എന്താ ഇദ്ദേഹം ഇങ്ങനെ? എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയത് എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, വായടക്കി വെക്കാ. എന്നെ തല്ലിയാ പോരാ, കൊല്ലാ വേണ്ടത്. ഞാൻ അതിന് മാത്രം എന്താ ചെയ്തത്? നീ ചെയ്തില്ലേടാ. നിനക്ക് വലിയ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായെന്ന് നീ പറയുന്നുണ്ടല്ലോ. ഈ കസ്റ്റമേഴ്സൊക്കെ നീ ഉണ്ടാക്കിയെടുത്തത് ആര് ചോര നീരാക്കിയ കാശ് കൊണ്ടാടാ. ശ്രുതിയുടേതാണോടാ, അതോ നിന്റെ അച്ഛന്റെയോ? എന്തൊക്കെ രവിയുടെ ഈ പറയുന്നത്? മലേഷ്യന്ന് ശ്രുതിയുടെ അച്ഛന് അയച്ചു കൊടുത്ത പണം അത്. ആ സ്പോട്ടിൽ തന്നെ ചന്ദ്രയുടെ മുഖത്ത് ഇന്ന് വരെ കൈവെക്കാത്ത രവി ചന്ദ്രയുടെ കാരണം നോക്കി പൊട്ടിക്കുന്നുണ്ട്. നീയൊക്കെയാ ഇവന് വളം വെച്ച് കൊടുത്തത്, ഇവന് ഇങ്ങനെ മരവാഴ പോലെ ആക്കിയത്. എവിടെടാ എന്റെ 50 ലക്ഷം? നീ ഇപ്പൊ എന്റെ 50 ലക്ഷം കൊണ്ട് ഇങ്ങനെ ആറാടുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സച്ചി മോനെ, എല്ലാ സത്യങ്ങളും എന്നോട് വന്ന് പറഞ്ഞതാ. അച്ഛാ, അത് പിന്നെ സച്ചി പറയുന്നുണ്ട്, നീയൊന്നും പറയണ്ടടാ. നിന്റെ പേഴ്സ് എന്റെ കാറിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. അത് തരാൻ വേണ്ടി നിന്റെ കടയിലോട്ട് വന്നപ്പോഴാ നീയും ദേ നിൽക്കുന്ന പാർലറേട്ടത്തിൽ കൂടി സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടത്. അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്നത് കേട്ടോ. സത്യം എല്ലാവരും അറിഞ്ഞെന്ന് അവർ മനസ്സിലാക്കാൻ കേട്ടോ. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ സുധി, അപ്പൊ ഇതാരുടെ കാശാ? അത് പിന്നെ അമ്മേ, പറയടാ, ഇതാരുടെ കാശാന്ന്? ഇദ്ദേഹത്തിന്റെ ആണോ? അത് പിന്നെ പറയടാ. അതെ അമ്മേ. എങ്ങനെ നിനക്ക് ഈ കാശ് കിട്ടി? നീലിമ കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രുതിയും കൂടി പാർലർ ഇട്ടുകൊണ്ട് അവളെ പിടിച്ച് പൂട്ടി. അങ്ങനെ ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട പണം തിരിച്ചു വാങ്ങിയത്. ഹെടി, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ എന്ന് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് മറ്റൊരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട്,
അത് പിന്നെ ആന്റി, ഇത് കേട്ടപ്പോൾ തന്നെ ശ്രുതിയുടെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കണം. ഇന്ന് മൊത്തത്തിൽ അടിയാണ് കേട്ടോ. ഇനി എന്തായാലും ശ്രുതിയെ നിർത്തി പൊരിക്കും കേട്ടോ. ശ്രുതിക്കില്ല നല്ല 8ന്റെ പണി തന്നെ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്നലെ കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് വരാനിരിക്കുന്നത്. ഇതിന്റെ ബാക്കി എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടണ്ടേ? ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.